അയോധ്യയിലും സമീപത്തുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങളിലും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി NSG കേന്ദ്രം വരുന്നു. ഇതിനായി അയോധ്യയിൽ 8 ഏക്കർ ഭൂമി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് 99 വർഷത്തെ പാട്ടത്തിന് നൽകാനുള്ള നിർദ്ദേശത്തിന് ഉത്തർപ്രദേശ് സർക്കാരിന്റെ അംഗീകാരം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിന് ശേഷം തീരുമാനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരെ അറിയിച്ച ധനമന്ത്രി സുരേഷ് കുമാർ ഖന്ന, അയോധ്യ സദർ തഹസിലിലെ ഗൌര ബാരിക് കന്റോൺമെന്റ് പ്രദേശത്തുള്ള ഭൂമി സൗജന്യമായും ചില വ്യവസ്ഥകൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായും കൈമാറും എന്ന് അറിയിച്ചു. അയോധ്യയിലും പരിസരത്തുമുള്ള സെൻസിറ്റീവ് ഇൻസ്റ്റലേഷനുകളുടെ വർദ്ധിച്ച സുരക്ഷാ ആവശ്യകതകൾ കണക്കിലെടുത്ത് NSG കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി 8 ഏക്കർ ഭൂമി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പാട്ടത്തിന് നൽകാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. അയോധ്യ ജില്ലയിലെ പർഗാന ഹവേലി അവധിലാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. എന്തെങ്കിലും ഭീഷണി ഉണ്ടായാൽ എലൈറ്റ് NSG കമാൻഡോകളെ വിന്യസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള തന്ത്രപ്രധാനമായ സ്ഥലമായ ഗൌര ബാരിക് കന്റോൺമെന്റ് ഏരിയയ്ക്ക് കീഴിലാണ് ഇത്. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമുള്ള അയോധ്യയുടെ മതപരവും തന്ത്രപരവുമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ NSG കേന്ദ്രം മേഖലയിലെ ദ്രുത പ്രതികരണ ശേഷികളെ ഗണ്യമായി ശക്തിപ്പെടുത്തും എന്നാണ് വിലയിരുത്തൽ. അയോധ്യയിൽ ശക്തമായ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമമാണിത്. നേരത്തെ NSG വഹിച്ചിരുന്ന ചുമതല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായും CRPF-ന് കൈമാറിയിരുന്നു. NSGയെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കുമായി പൂർണ്ണമായും നിയോഗിക്കാനാണ് തീരുമാനം എടുത്തിരുന്നത്. സേനയുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഡ്രോൺ വിരുദ്ധ സൗകര്യം ഉൾപ്പെടെ അയോധ്യയിൽ സൈനികർക്ക് താവളം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ നേരത്തെ സർക്കാർ നടത്തിയിരുന്നു. ഒരു ആക്രമണമുണ്ടായാൽ പ്രദേശം സുരക്ഷിതമാക്കാൻ ഇത് സഹായകമാകും. ഈ യൂണിറ്റിന് പ്രത്യേക ആന്റി ഡ്രോൺ ഘടകം ഉണ്ട്. കൂടാതെ ഏത് ആക്രമണത്തെയും തടയാൻ 24 മണിക്കൂറും യുദ്ധസജ്ജമായിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ ഒന്നാണ് അയോധ്യ. ലോകത്തെ പല ഇസ്ലാമിക് ഭീകര സംഘങ്ങളുടെയും ഭീഷണിയുടെ നിഴലിലാണ് അയോധ്യ. ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ രാമക്ഷേത്രം നിൽക്കുന്ന പ്രദേശം സുരക്ഷിതമാക്കിയത് NSG ആണ്. ഇതോടൊപ്പം കേരളത്തിലും ഒരു പ്രത്യേക യൂണിറ്റ് ആസൂത്രണം ചെയ്തേക്കാം എന്ന സൂചനകൾ വന്നിരുന്നു. NSGയുടെ അംഗബലം കുറയ്ക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. NSGയുടെ ബ്ലാക്ക് കാറ്റ് കമാൻഡോകളെയും VIP സുരക്ഷ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനം എടുത്തിരുന്നത്. പാർലമെന്റിൽ നിന്ന് നീക്കം ചെയ്ത പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് CRPF-ന്റെ VVIP വിഭാഗത്തിൽ ചേരും എന്ന് അറിയിച്ചിരുന്നു. NSGയിൽ നിന്ന് സുരക്ഷാ കവചമുള്ള 9 VVIP-കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഈ സൈനികർക്കാണ്. അയോധ്യ ഭാരതത്തിന്റെ ഹിന്ദുത്വ സംസ്കാരത്തിന്റെ ഒരു മാതൃകയായി, അതിന്റെ ഒരു പ്രതീകമായിട്ടൊക്കെ നിലകൊള്ളുന്ന ഇടമാണ്. പലയിടത്തു നിന്നും, വിദേശത്ത് നിന്ന് പോലും പലരും ഭാരതത്തിലെ രാമക്ഷേത്രം കാണാൻ ഭാരതത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശകരുടെ ഒക്കെ സുരക്ഷ എപ്പോഴും സർക്കാരിന്റെ തന്നെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം മനോഹരമായി നിറവേറ്റാൻ ഉത്തർപ്രദേശ് സർക്കാർ എല്ലാ അവസരങ്ങളിലും അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ രാമക്ഷേത്രത്തിന് നേരെ നിരവധി ഭീഷണികൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. അത്തരം ഭീഷണികളെ ചെറുക്കുന്നതിന് വേണ്ടി ഇത്തരം ശക്തമായ നടപടികൾ, സുരക്ഷാ നടപടികൾ ഏതവസരത്തിലും സുസജ്ജമായി ഉത്തർപ്രദേശ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും NSGയുടെ കീഴിൽ അയോധ്യയുടെ അന്തസ്സിന്റെ പ്രതീകമായ രാമക്ഷേത്രവും തല ഉയർത്തി നിൽക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.